ഹായ്, ഞാൻ മെൽവിൻ, ഇന്റീരിയർ ഡിസൈനർ. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെ ഇന്റീരിയർ ലേഔട്ട് ആണ്. അപ്പൊ നമുക്ക് കാണാം, ഈ ബെഡ്റൂം ഏകദേശം ഒരു 5.8 മീറ്റർ, ഒരു 5.8 മീറ്റർ ലെങ്ത്തും അതുപോലെ തന്നെ 4.2 മീറ്റർ വിഡ്ത്തും വരുന്ന ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ്. ഈ ബെഡ്റൂമിൽ നമുക്ക് ഓൾറെഡി ഒരു ഫീച്ചർ കൂടി ഉണ്ട്, ഒരു ബേവിന്റെ കൂടെ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ വരുന്നുണ്ട്. ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടി ഒരു സെപ്പറേറ്റർ ആയിട്ടുള്ള ഒരു വാർഡ്രോബ് ഏരിയ കൂടെ ചേർന്ന് വരുന്ന ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമിലോട്ട് കടക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും അധികം കാണാൻ പറ്റുന്നത് നമ്മുടെ ബേ വിൻഡോ ആണ്. ബേ വിൻഡോ ഏകദേശം 2.7 മീറ്റർ വിട്ടാണ് ബേ വിൻഡോയുടെ ഒരു ഏരിയ വരുന്നത്. ബേ വിൻഡോയുടെ ബോട്ടം പോർഷനിൽ നമ്മൾ ബുക്ക് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടുന്ന ഒരു സ്റ്റോറേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബേ വിൻഡോയുടെ അടുത്തായിട്ട് നമ്മളൊരു സ്റ്റഡി യൂണിറ്റ് കൂടെ അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് ടേബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ലാപ്ടോപ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതിനോ ഒരു കിങ് സൈസ് ബെഡാണ് നമ്മൾ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത്. 2 സൈഡ് ടേബിൾസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ബെഡിന്റെ ഹെഡ് സൈഡിലായിട്ട് വരുന്ന 2 വിൻഡോസും ഏകദേശം 75 സെന്റിമീറ്ററോളം വീതിയുള്ള 2 വിൻഡോസ് ആണ്. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് ഒരു വെന്റിലേഷൻ നടക്കുന്ന നല്ല രീതിയിൽ എയർ പാസേജ് കിട്ടുന്ന രീതിയിലാണ് ഈ റൂമിന്റെ വിൻഡോസ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വാർഡ്രോബിന്റെ ഒരു ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2.1 മീറ്റർ ലെങ്ത്തിലുള്ള ഒരു സ്റ്റോറേജ് കിട്ടുന്ന തരത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഒരു ഡ്രസ്സിംഗ് മിററും അവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വെറ്റ് ഏരിയ പ്ലസ് ഡ്രൈ ഏരിയ ആയിട്ട് വരുന്ന ഒരു നല്ല സ്പേഷ്യസ് ആയ ഒരു ടോയ്ലറ്റും ഈ ബെഡ്റൂമിലുണ്ട്. ഇനി നമുക്ക് ഈ ബെഡ്റൂമിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന 1-2 മെറ്റീരിയൽസിനെ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയൽ പാലറ്റ് നമുക്ക് നോക്കാം. എന്തൊക്കെ തരത്തിലുള്ള മെറ്റീരിയൽ ആണ്, ഏതൊക്കെ ഫിനിഷുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ക്ലയന്റിനും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു പ്രസന്റേഷൻ ആണ് ഈ മെറ്റീരിയൽ പാലറ്റിന്റെ ഈ ഒരു പ്രസന്റേഷൻ. അപ്പൊ ഇത് നമുക്ക് കാണാം, നമ്മൾ യൂസ് ചെയ്യുന്ന ഫാബ്രിക്, അതുപോലെ തന്നെ ഏത് ടൈപ്പ് ടൈലുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഐറിഷ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഫാബ്രിക് ആണ് നമ്മൾ ഇതിൽ ഹെഡ് ബോർഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ലിനന്റെ ഒരു ബേജ് ടോണിൽ വരുന്ന ഒരു ഫാബ്രിക് ആണ് നമ്മൾ ബേ വിൻഡോയുടെ ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏത് ടൈപ്പ് വെനീർ ആണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ലാമിനേഷൻ ആണ് എന്നുള്ള എല്ലാ ഡീറ്റെയിലും നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബർമ ടീക്കിന്റെ അതേ ഒരു ഫിനിഷിൽ വരുന്ന വെനീർ ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില ഫർണിച്ചറിൽ നമ്മൾ കെയിനിങ് വർക്കുകൾ ചെയ്യുന്ന കെയിനിങ്ങിന്റെ ആ ഒരു പാറ്റേൺ നമ്മൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഹെയറിംഗ് ബോൺ എന്ന് പറയുന്ന ഒരു ടൈൽ പാറ്റേൺ ഒക്കെയാണ് നമ്മൾ വാഷ് ഏരിയയുടെ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈൽ പാറ്റേണിന്റെ ഒരു ഇമേജും നമ്മൾ ഈ ഒരു മെറ്റീരിയൽ പാലറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ചില ഏരിയകളിൽ ടെക്സ്റ്റേർഡ് പെയിന്റ് വേണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ലാർജ് ഏരിയയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഒരു സിമൻ ടെക്സ്റ്റേർഡ് പെയിന്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന 1-2 വോളുകൾ നമ്മൾ ഒരു ഗ്രേ ടോണിലാണ് നമ്മൾ ആ വോളുകൾ പെയിന്റ് ചെയ്തത്. അപ്പൊ അതിൻ്റെതായിട്ട് ഒരു ഗ്രേ കളർ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരു ബെഡ്റൂമിന്റെ ഡിസൈനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ഫസ്റ്റത്തെ ഇന്റീരിയർ ലേഔട്ടും നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു മെറ്റീരിയൽ പാലറ്റും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിന്റെ ഡിസൈൻ എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അതുവരെയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.